ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേസ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 14/5/2025 ബുധനാഴ്ച 24,685 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,694 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം നോക്കുമ്പോൾ ഒരു 10 പോയിന്റിന്റെ മാത്രം ഒരു ഗ്യാപ്പ് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ ചെറിയൊരു മൂവ്മെന്റ് മാത്രം അപ്വേഡ് തന്നെങ്കിലും വളരെ പെട്ടെന്ന് സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും തീർച്ചയായും ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു ട്രേഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ ആദ്യം ജോയിൻ ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് പിന്നീട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. അല്പം ഡ്രാഗ് ചെയ്തിട്ടാണെങ്കിലും സാമാന്യം നല്ല ഒരു ടാർഗറ്റ് കിട്ടിയിരുന്നു. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും എന്നായിരുന്നു നമ്മളുടെ പ്ലാൻ. ഇന്നത്തെ ഡേയ്സ് ലോയും ഡേയ്സ് ഹൈയും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏതാണ്ട് 622 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഈ തരത്തിൽ ആദ്യമേ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയെങ്കിൽ പോലും ഇവിടെ ഒരു നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിച്ചാലും ഒരു 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലെവലിൽ പരിശോധിച്ചാലും ഈ കൺസോൾട്ടേഷന്റെ ബ്രേക്ക് ഔട്ട് അപ്വേഡ് ആയിരുന്നു എന്നാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ലെവൽ കൃത്യമായും തിരിച്ചറിഞ്ഞ് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്ത ഒരുപാട് PNLകൾ പബ്ലിക് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പേരുടെ PNLകൾ ലഭിച്ചിട്ടുണ്ട്. ചിലത് മാത്രമാണ് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. ഡേയ്സ് ഹൈ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആണ് ടാർഗറ്റ് ലഭിക്കാവുന്നത്. എന്നാൽ അതും ബ്രേക്ക് ചെയ്ത് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ 24,789 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അത് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ ഇത്തരത്തിലൊരു ബ്രേക്കിംഗ് തരുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോയോ അതിന് തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും നല്ല ടാർഗറ്റാണ്. അപ്പോഴും പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനുള്ള ലെവലുകൾ. അത്തരത്തിൽ ഇന്ന് ഒരു വളരെ നല്ല ട്രേഡിംഗ് ദിനമായിരുന്നു. ഒട്ടനവധി പേർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും ഇനി ചെയ്യുന്നില്ല, ഇത്രയും കൊണ്ട് നിർത്തുകയാണ്, സിസ്റ്റം ക്ലോസ് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും കൈനിറയെ പലർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെ. അപ്പോൾ ഇന്ന് ലഭ്യമായ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 25,004 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,941 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 25,416 ആണെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈനർ റെസിസ്റ്റൻസുകളായി 25,133, 235 എന്ന ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 25,133 എന്ന ലെവലാണ്. അതിന് മുകളിൽ കൃത്യമായും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രൈസ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസുകളായി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,827 എന്ന് പറയുന്ന ലെവലിന് താഴെ
ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അതിൽ 24,694 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് കരുതുന്നത്. 55,322 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 55,183 എന്ന മൈനർ സപ്പോർട്ടും തൊട്ടു താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 55,908 എന്ന ലെവലാണ്. അതിനിടയിൽ 55,715 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,715 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ ചേർത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,014 എന്ന് പറയുന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ് ടാർഗറ്റായി കണക്കാക്കേണ്ടത്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അതിൽ പ്രധാന സപ്പോർട്ടായി വരാൻ സാധ്യതയുള്ളത് 54,699 എന്ന ലെവലാണ്. 82,400 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 82,163 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസുകളായി കാണുന്നത് 84,232 എന്ന ലെവലാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 83,259, 706, 84,102 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ് 83,259 എന്ന ലെവൽ. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവേണ്ടതാണ്. എങ്കിലും ഈ ലെവൽ ഇന്നത്തെ ഉയരത്തിന് ഭേദിക്കുക എന്നതായിരിക്കും ആദ്യത്തെ കടമ്പ. ഇത്തരത്തിൽ ഇവിടെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് ടാർഗറ്റായി കണക്കാക്കേണ്ടത്. അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ മാത്രം വീണ്ടും തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,791 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത് തിക്ക് ബ്ലൂ ലൈനിൽ 81,341 എന്ന ലെവലാണ്. എന്നാൽ അത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി നിലകൊള്ളാനാണ് സാധ്യത. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. നമ്മളുടെ വീഡിയോയുടെ അടിയിൽ
നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്ലൈമർ: നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന കേവലമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. പഠനാർത്ഥം നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്